മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ കണ്ണനെയും മാർക്കോയെയും കൊല്ലാൻ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മാർക്കോയെ കാറ് കൊണ്ടിടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. ഈ സമയം മാർക്കോയാവട്ടെ ജീവന് വേണ്ടി താഴെ കിടന്ന് പിടയുകയാണ്. കണ്ണൻ അത് കണ്ടു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. കണ്ണനാവട്ടെ ചീറിപ്പാഞ്ഞുകൊണ്ട് മേഘനാഥന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മേഘനാഥൻ ഒരു ഭ്രാന്തരെ പോലെ വാടാ, നീ വാ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അപ്പൊ നിനക്ക് നടക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കണ്ണൻ മേഘനാഥന്റെ നെഞ്ചത്ത് നോക്കിയിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെ താഴെ ഇടുകയാണ്. അതിനുശേഷം ഒരു കല്ലെടുത്ത് മേഘനാഥന്റെ മുകളിലേക്ക് എറിയുന്നു. അങ്ങനെ മാർക്കോയുമായിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് ലോപ്പസും കണ്ണനും ആകെ വിഷമിക്കുകയാണ്. മാർക്കോയെ കുറിച്ച് അവന്റെ ആരോഗ്യത്തെ കുറിച്ചും അറിയാതെ. ഡോക്ടർ ആണെങ്കിൽ വന്ന് പറയുന്നുണ്ട് മാർക്കോയുടെ അവസ്ഥ വളരെ സീരിയസ് ആണെന്നും ഇനിയിപ്പോൾ എന്ത് പറയണമെന്ന് അറിയുന്നില്ല, പ്രതീക്ഷ തരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആകെ തകർന്നു പോവുകയാണ് കണ്ണൻ. ലോപ്പസ് പറയുന്നുണ്ട്, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ ഞാൻ അകത്ത് ചെന്ന് കിടന്നോളാം, ആ മേഘനാഥൻ മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ എന്നൊക്കെ. പക്ഷെ എന്റെ മാർക്കോ, അവനെയൊക്കെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ലോപ്പസ് ആണെങ്കിൽ കരയുന്നു. അങ്ങനെ കണ്ണനാവട്ടെ സാഗറിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. സാഗറും ഇത് കേട്ട് ആകെ വിഷമിക്കുകയാണ്. മാർക്കോയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് അവൻ കണ്ണനോട് പറയുന്നു. എന്ത് വില കൊടുത്തും മാർക്കോയുടെ ജീവൻ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവന് ചെയ്യണം. ബെറ്റർ ചികിത്സ കൊടുക്കണം. ഒരു പ്രതീക്ഷ അത് കൈവിടുന്നില്ല എന്നൊക്കെ കണ്ണൻ സാഗറിനോട് പറയണം. സാഗർ പറയുന്നുണ്ട്, സാറ് ഈ സാഹസികം കാണിക്കരുതായിരുന്നു, അവനോടൊപ്പം പോകരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവൻ മുന്നേ കൂട്ടി സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മാർക്കോയുടെ ജീവൻ, അതാണ് നമ്മൾ എല്ലാവരും ലക്ഷ്യമിടേണ്ടത് എന്നൊക്കെ സാഗറിനോട് കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് സാഗർ ആവട്ടെ ഇക്കാര്യം തോമസ് വൈദ്യനോട് പറയണം. തോമസ് വൈദ്യനാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. കാരണം സ്വന്തം മോനെ പോലെയാണ് അയാൾ മാർക്കോയെ കണ്ടിട്ടുള്ളത്. മാർക്കോയുടെ ഒരു അവസ്ഥ അറിഞ്ഞ് തോമസ് വൈദ്യൻ ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. എന്റെ മാർക്കോയ്ക്ക് ഈ ഒരു അപകടം സംഭവിച്ചല്ലോ, അവന്റെ ജീവൻ സേഫാണ് എന്നറിയുന്നത് വരെ എനിക്ക് യാതൊരു സമാധാനവുമില്ലെന്ന് തോമസ് വൈദ്യൻ പറയുന്നു. എത്രയും പെട്ടെന്ന് തനിക്ക് അവനെ കാണണമെന്നൊക്കെ തോമസ് വൈദ്യൻ തീരുമാനിക്കുകയാണ്. പിന്നീട് മഞ്ജുവിനെ വിളിച്ചിട്ടും സാഗർ ഈ കാര്യം പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. സാഗർ പറയുന്നുണ്ട്, കണ്ണേട്ടന് യാതൊരു പ്രശ്നമില്ല, മഹാലക്ഷ്മി മാഡത്തിനോട് പേടിക്കണ്ട എന്ന് പറയണം. പക്ഷെ മാർക്കോയുടെ അവസ്ഥ, അത് ഒരു പ്രതീക്ഷയും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ മഹാലക്ഷ്മിക്ക് പേടിയാവുന്നുണ്ട്. എന്താ മഞ്ജു, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോടും കാര്യങ്ങൾ പറയുന്നു. എല്ലാത്തിനും കാരണം കണ്ണേട്ടൻ തന്നെയാണ്. കണ്ണേട്ടന്റെ ഈ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് മഹിയും പറയുന്നുണ്ട്. മഹിക്കും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം സ്വന്തം അനിയനെ പോലെയായിരുന്നു മാർക്കോയെ അവളും കൊണ്ടു നടന്നിരുന്നത്. പിന്നീട് കണ്ണനാവട്ടെ ലോപ്പസിനോട് പറയുകയാണ്, ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് ആകെ പേടിയാവുന്നു. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് മാർക്കോയുടെ ജീവൻ അപകട നില തരണം ചെയ്തിട്ടില്ല എന്ന്. ഇനി ദൈവത്തിന് മാത്രമേ അവനെ രക്ഷിക്കാനായിട്ട് കഴിയൂ. എനിക്ക് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ സാറിപ്പോ ആകെ പാനിക്കാണ്. അതുകൊണ്ട് സാറ് വായോ, കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാൽ മതി, ആകെ വല്ലാതെ ആയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ പതിയെ അവർ പറയുന്നത് കേൾക്കുകയാണ്. പിന്നീട് കണ്ണനെ കൊണ്ടുപോയി ബിപിയും മറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഒക്കെ കേൾക്കുന്നു. എന്തായാലും കണ്ണനാണെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധമാണ് ഉണ്ടാവുന്നത്. കാരണം താൻ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ തന്റെ എടുത്തുചാട്ടം കാരണം കൊണ്ടാണ് മാർക്കോയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നെന്ന് അവൻ സ്വയം നീറി ഇല്ലാതെയാവുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ തനിക്ക് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അതും അയ്യപ്പന്റെ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ കണ്ണൻ തന്റെ ഡ്രൈവറുമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് പ്രദക്ഷിണം വെക്കാനാണ് കണ്ണൻ തീരുമാനിക്കുന്നത്. അവനാണെങ്കിൽ നിലത്ത് കടന്ന് ഉരുളുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ഇതൊന്നും തന്നെ അറിയാതെ പ്രതാപനും മുത്തശ്ശിയും തൊഴുകാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അവർ തൊഴുത് കണ്ണന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് കണ്ണന്റെ ഡ്രൈവർ ആണെങ്കിൽ ആ കാഴ്ച കാണുന്നത്. സാറേ, ആ പ്രതാപനും ആ മുത്തശ്ശിയും വരുന്നുണ്ട്, ആകെ പണിയായി, അവര് സാറിനെ കാണുമെന്ന് തോന്നുന്നു, അടുത്തെത്തിയെന്ന് പറയുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ അവരെ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അടുത്തെത്തിയിരിക്കുന്നു. ഇനി അവർ കൂടി കണ്ടാൽ തന്റെ കളത്തരം മുഴുവനായിട്ടും പൊളിയുമെന്ന് കണ്ണൻ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ ഇങ്ങനെ തല താഴ്ത്തി കിടക്കുകയാണ്. പ്രതാപനും മുത്തശ്ശിയും കണ്ണനെ ശരിക്ക് കാണുന്നില്ല. എന്തായാലും അതിൽ നിന്നും കണ്ണൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനോട് പറയുകയാണ്, ഒരു കാരണവശാലും പേടിക്കേണ്ട മാർക്കോ, അവൻ ദൈവചൈതന്യമുള്ള കൂട്ടത്തിലാണ്. അവനൊരിക്കലും ഒരു അബദ്ധം സംഭവിക്കില്ല. ദുഷ്ടശക്തികളെ കൊണ്ട് അവനെ ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് മോനും മോളും ഒന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ കണ്ണന് പകുതി ആശ്വാസമാവുന്നുണ്ട്. കാരണം ആ അമ്മ പ്രവചിക്കുന്നതൊക്കെ തന്നെ നടന്നിട്ടേ ഉള്ളൂ. എന്തായാലും മാർക്കോ നിസ്സാരക്കാരനല്ല എന്നുള്ള കാര്യം കണ്ണനും
അറിയാം. അങ്ങനെ കണ്ണനാണെങ്കിൽ നേരെ ചെല്ലുന്നത് മഹാലക്ഷ്മിയുടെ അടുത്തേക്കാണ്. മഹിയാണെങ്കിൽ ആകെ കണ്ണനെ കാണുമ്പോൾ തന്നെ പൊട്ടിക്കരയുന്നു. കണ്ണേട്ടന് വരേണ്ട അപകടമാണ് മാർക്കോ ഏറ്റുവാങ്ങി കിടക്കുന്നത്. ഇതിനൊക്കെ തന്നെ കാരണം കണ്ണേട്ടൻ തന്നെയല്ലേ? എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ആ ചെകുത്താനോടൊപ്പം എന്തിനാണ് ഇറങ്ങിപ്പോയതെന്നൊക്കെ ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണം മഹി, ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം. പക്ഷെ മാർക്കോയ്ക്ക് ഈ ഒരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും കരുതി. ഞാൻ ആ അമ്മയെ കണ്ടിരുന്നു. അമ്മ